ഹായ് ഡിയർ സ്റ്റുഡൻസ്, +1 ബോട്ടണിയിലെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ അനാട്ടമി, അതായത് ആന്തരിക ഘടന എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ക്ലാസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് എന്തായിരുന്നു? ടിഷ്യൂ സിസ്റ്റം അല്ലേ? അപ്പോൾ എന്താണ് ടിഷ്യൂ സിസ്റ്റം? ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ all the tissues of plant can be classified into 3 tissue system. അതായത് ടിഷ്യൂസിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ അനുസരിച്ച് അവയുടെ ലൊക്കേഷനും ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്ലാന്റ് ടിഷ്യൂവിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അതിൽ ഒന്നാമത്തെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണെന്ത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഇനി നമുക്ക് രണ്ടാമത്തെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഏതാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ടിഷ്യൂ സിസ്റ്റം ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ രണ്ടാമത്തെ ടിഷ്യൂ സിസ്റ്റമാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. അതായത് സംവഹന കലകളുടെ വ്യവസ്ഥയാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് സംവഹന കല അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂ? നമുക്കറിയാം, മിനറൽസ്, വാട്ടർ എല്ലാം നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം അല്ലേ? അപ്പോൾ ഇതൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് ചില കോംപ്ലക്സ് ടിഷ്യൂസ് പ്ലാന്റ്സിൽ ഉണ്ട്. ഏതൊക്കെയാണ് കോംപ്ലക്സ് ടിഷ്യൂ? സൈലം ആൻഡ് ഫ്ലോയം. Okay, the vascular system consists of complex tissues, xylem and phloem that together form vascular bundles. Okay, അപ്പോൾ വാസ്കുലാർ സിസ്റ്റത്തിൽ കോംപ്ലക്സ് ടിഷ്യൂ ആണ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സൈലം, ഫ്ലോയം ഈ രണ്ടിനെയും കൂട്ടി പറയുന്നതാണ് എന്ത്? വാസ്കുലാർ ബണ്ടിൽസ്. ഓക്കെ, the arrangement of xylem and phloem are different in roots and stem. അതായത് നമുക്കറിയാം, റൂട്ട്സിലും പിന്നെ അതുപോലെ തന്നെ സ്റ്റെമ്മിലൊക്കെ എന്തുണ്ട്? ഫ്ലോയം അല്ലെങ്കിൽ സൈലം പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ റൂട്ടിലുള്ളത് പോലെയല്ല സ്റ്റെമ്മിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അറേഞ്ച്മെൻറ്റ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. റൂട്ടിലും സ്റ്റെമ്മിലും ഡിഫറെൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇൻ റൂട്ട്സ് ദ സൈലം ആൻഡ് ഫ്ലോയം സീൻ ഇൻ ഡിഫറെൻറ്റ് റേഡിയസ്. Such vascular bundles are called radial vascular bundles. അതായത് വാസ്കുലാർ ബണ്ടിൽസ്, അതായത് സൈലവും ഫ്ലോയും ഒരു വൃത്തത്തിൻ്റെ വ്യത്യസ്ത ആരങ്ങളിൽ ഒന്നിടവിട്ട് ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് വേരുകളിലുള്ളത്. ഈ ഒരു ക്രമീകരണത്തെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ സച്ച് വാസ്കുലാർ ബണ്ടിൽസ് ആർ കോൾഡ് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ്. ഓക്കെ, ഈ ഒരു സജ്ജീകരണത്തെ വിളിക്കുന്ന പേരാണ് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ്. ഓക്കെ, അപ്പോൾ റൂട്ടിൽ ഏത് തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻ സ്റ്റെം ദ സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം റേഡിയസ്. സച്ച് വാസ്കുലാർ ബണ്ടിൽസ് ആർ കോൾഡ് കൺജോയിൻറ്റ്. ഓക്കെ, അതായത് സ്റ്റെമ്മിൽ എങ്ങനെയാണ്? സ്റ്റെമ്മിൽ സൈലവും ഫ്ലോയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് സെയിം റേഡിയസ് ആണ്. ഓക്കെ, അതായത് സെയിം ആരത്തിലാണ് അവ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് സൈലവും ഫ്ലോയും സംവഹന നാളി വ്യൂഹത്തിൽ, അതായത് വാസ്കുലർ ബണ്ടിൽ ഒരേ ആരത്തിൽ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കൺജോയിൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെമ്മിൽ എങ്ങനെയാണ് ഈ ഒരു വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ സൈലവും ഫ്ലോയും. അപ്പോൾ ഈ ഒരു സൈലവും ഫ്ലോയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൺജോയിൻറ്റിലാണ്. ഓക്കെ, അതുപോലെ തന്നെ റൂട്ടിൽ എങ്ങനെയാണ്? റൂട്ടിൽ വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽസ് മേ ബി ഓപ്പൺ ഓർ ക്ലോസ്ഡ്. കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽസ്, അതായത് സൈലവും ഫ്ലോയും എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ തുറന്ന വ്യവസ്ഥ അല്ലെങ്കിൽ അടഞ്ഞ വ്യവസ്ഥയായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? സ്റ്റെമ്മിലും. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടുന്നത് റൂട്ടിലുമാണ്. ഓക്കെ, അത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെക്സ്റ്റ് പോയിന്റ്,
In open vascular bundle, cambium or a meristem is seen in between xylem and phloem as in dicot stem. അതായത് ഡൈക്കോട്ട് സ്റ്റെം. എന്താ ഡൈക്കോട്ട് സ്റ്റെം? ഇത് ബീജ പത്രസസ്യം അല്ലെ. 2 കോട്ടിലിഡൻസ് ഉള്ള പ്ലാന്റ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡൈക്കോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിൽ ഫ്ലോയത്തിനും സൈലത്തിനും ഇടയിൽ ക്യാമ്പിയം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെ ഫ്ലോയത്തിൻ്റെയും സൈലത്തിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ഒരു മെരിസ്റ്റമാണ് ഏത്? ക്യാമ്പിയം. ഓക്കെ, ഇൻ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ ക്യാമ്പിയം ഈസ് ആബ്സെന്റ് ഇൻ മോണോകോട്ട് സ്റ്റെം. ഓക്കെ, അപ്പോൾ മോണോകോട്ട് സ്റ്റെമ്മിൽ എങ്ങനെയാണ്? ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് ക്യാമ്പിയം ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 കോംപ്ലക്സ് ടിഷ്യൂ ആയിട്ടുള്ള സൈലവും ഫ്ലോയും അടങ്ങിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവയെ മൊത്തം പറയുന്നതാണ് എന്ത്? വാസ്കുലർ ബണ്ടിൽസ്. പിന്നെ ആ ഒരു സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അറേഞ്ച്മെൻറ്റ്, റൂട്ടിലെയും സ്റ്റെമ്മിലെയും അറേഞ്ച്മെൻറ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓരോ അറേഞ്ച്മെൻറ്റിൻ്റെയും പേരുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ ഇനി അടുത്തൊരു ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, ദ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, മൂന്നാമത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല. അപ്പോൾ ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പിഡെർമൽ ആ ഒരു സിസ്റ്റം ഒഴികെ ബാക്കി എല്ലാ കലകളും ചേർന്നതാണ് എന്ത്? ഈ ഒരു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിമ്പിൾ ടിഷ്യൂസ് പഠിച്ചിട്ടുണ്ട്, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ സംശയമുള്ളവർ ടീച്ചറോട് ചോദിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അനാട്ടമി ഓഫ് ഡൈക്കോട്ട് റൂട്ട്. എന്താണ് ഡൈക്കോട്ട് റൂട്ട്? നമുക്കറിയാം ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടിലിഡൻസ് ഉള്ള പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ ഒരു ഡൈക്കോട്ടിലിഡൻസ് ഉള്ള പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ ആന്തരിക ഘടന എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ പഠിക്കുക നിർബന്ധമാണ്. ഈ ഒരു ഡൈക്കോട്ട് റൂട്ടിൻ്റെ അനാട്ടമി നിങ്ങൾ പഠിച്ചു വെക്കുക, ലാബിൽ ചെയ്യാനും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡൈക്കോട്ട് റൂട്ട് അല്ലെങ്കിൽ മോണോകോട്ട് റൂട്ട് എന്നിവയുടെ ആന്തരിക ഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? അപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ഡൈക്കോട്ട് റൂട്ട്, മോണോകോട്ട് റൂട്ട് എന്നിവയുടെ ആ ഒരു സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് എന്നിവയിലുള്ള ആ ഒരു ടിഷ്യൂസിൻ്റെ അറേഞ്ച്മെൻറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗങ്ങൾ, അതായത് പൂർണ്ണ വളർച്ചയെത്തിയ റൂട്ട്, സ്റ്റെമ്മ്, അതുപോലെ ലീഫ് ഇവയുടെ ഭാഗം നടുകയുള്ള ഛേദം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഘടന നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് അനാട്ടമി ഓഫ് ഡൈക്കോട്ട് റൂട്ടാണ്. അതായത് ദ്വിബീജ പത്ര സസ്യങ്ങളുടെ വേര്, ആ വേരിൽ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ തന്നിട്ടുള്ളത് ഒരു സൂര്യകാന്തി ചെടിയുടെ വേരിൻ്റെ TS ആണ്. അതായത് കുറുകെയുള്ള ഛേദം കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവയുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ടിഷ്യൂസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ഡൈക്കോട്ട് റൂട്ടിൽ അടങ്ങിയിട്ടുള്ള ടിഷ്യൂസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇനി പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ഡൈക്കോട്ട് റൂട്ട് ഈസ് എപ്പിബ്ലിമ കണ്ടെയ്നിങ് യൂണിസെല്ലുലാർ റൂട്ട് ഹെയേഴ്സ്. നമുക്കറിയാം റൂട്ട് ഹെയേഴ്സ് ഉണ്ട് അല്ലേ. റൂട്ടിൻ്റെ ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? റൂട്ട് ഹെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയർ, പുറഭാഗത്ത് അല്ലെങ്കിൽ പുറമേയുള്ള ഉപരിവൃത്തി, ആ ഒരു പുറമേയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിബ്ലിമ. എല്ലാവരും ഈ ഒരു ടേം പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ഓക്കെ,
അപ്പോൾ ഏറ്റവും പുറമേയുള്ള ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? എപ്പിബ്ലിമ. ഓക്കെ, മിക്ക ഈ ഒരു എപ്പിബ്ലിമ എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണ്. ഓക്കെ, അതായത് ഏകകോശ മൂലലോമങ്ങൾ മീൻസ് റൂട്ട് ഹെയർസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു എപ്പിബ്ലിമ അതായത് ഉപരിവൃത്തിയിൽ എന്ത് കാണുന്നുണ്ട്? റൂട്ട് ഹെയർസ് കാണപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദ കോർട്ടെക്സ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വാൾഡ് പാരൻകൈമ സെൽസ്. ഇനി അടുത്തൊരു ഭാഗമാണ് ഏത്? കോർട്ടെക്സ്. ചിത്രം എല്ലാവരും ശ്രദ്ധിക്കുക. ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം ചേർത്ത് വെച്ച് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗമാണ് എന്ത്? കോർട്ടെക്സ്. കോർട്ടെക്സിന്റെ പ്രത്യേകത എന്താണ്? നേർത്ത കോശഭിത്തിയോട് കൂടിയ പാരൻകൈമ കോശങ്ങൾ ധാരാളമുണ്ട്. ഓക്കെ, അപ്പോൾ കോർട്ടെക്സിൽ തിൻ ലെയേർഡ് എന്തുണ്ട്? പാരൻകൈമ സെൽസ് ആണ് കോർട്ടെക്സിൽ കാണപ്പെടുന്നത്. അപ്പോൾ സെവറൽ ലെയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര ലെയേഴ്സ് ഉണ്ട്? ധാരാളം ലെയേഴ്സ് ഉണ്ട്. അതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? തിൻ ലെയേർഡ് പാരൻകൈമ സെൽസ് ആണ് കോർട്ടെക്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. The next point is the innermost layer of cortex is called endodermis. അതായത് കോർട്ടെക്സിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് എന്ത്? എൻഡോഡെർമിസ്. ഓക്കെ, endodermal cell wall has thick deposition of waxy material suberin which is impermeable to water. It is called Casparian strip. ഈ ഒരു എൻഡോഡെർമിസിൻ്റെ സെൽ വാളിൽ ഒരു തിക്ക് ഡെപ്പോസിഷൻ വാക്സി മെറ്റീരിയൽ ഉണ്ട്. അതായത് ഈ ഒരു കോശാന്തരമല്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു അന്തർവൃത്തി കോശങ്ങൾ എപ്പിഡെർമൽ സെൽസിൻ്റെ നെടുകയും കുറുകയുമുള്ള സെൽ വാളിൽ ജലത്തിന് കടന്നു പോകാൻ കഴിയാത്ത സുബറിൻ എന്ന മെഴുകു പോലുള്ള പദാർത്ഥം അടിഞ്ഞു കൂടിയിരിക്കുന്നു. ഇവയെ വിളിക്കുന്ന പേരാണെന്ത്? കാസ്പേരിയൻ സ്ട്രിപ്പുകൾ. അപ്പോൾ എന്താണ് കാസ്പേരിയൻ സ്ട്രിപ്പുകൾ? ഈ ഒരു എൻഡോഡെർമൽ സെൽ വാളിൽ ഒരു തിക്ക് ഡെപ്പോസിഷൻ വാക്സി മെറ്റീരിയൽ മെഴുകു മെറ്റീരിയൽ ഉണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇവ ജലത്തെ കടത്തിവിടുന്നില്ല, അതായത് വിച്ച് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? കാസ്പേരിയൻ സ്ട്രിപ്പ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇന്നർ ടു എൻഡോഡെർമിസ് ലൈസ് എ ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വാൾഡ് പാരൻകൈമാറ്റസ് സെൽസ് referred to as പെരിസൈക്കിൾ. അതായത് എൻഡോഡെർമിസിന് ഉള്ളിലായിട്ട് കട്ടിയുള്ള സെൽ ഭിത്തിയോട് കൂടിയിട്ട, അതായത് സെൽ വോള് കോശഭിത്തിയോട് കൂടിയ പാരൻകൈമ കോശങ്ങളുടെ ഏതാനും നിരകൾ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു പാരൻകൈമ കോശങ്ങളുടെ നിരക്ക് പറയുന്ന അല്ലെങ്കിൽ ലെയേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെരിസൈക്കിൾ. ഇപ്പം എന്താണ് പെരിസൈക്കിൾ? ഈ ഒരു എൻഡോഡെർമിസിനുള്ളിലായിട്ട് കട്ടിയുള്ള സെല്ലുകളോട് കൂടിയ പാരൻകൈമ കോശങ്ങളുടെ ലെയേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഇവയെ വിളിക്കുന്ന പേരാണ് എന്ത്? പെരിസൈക്കിൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. സൈലം ആൻഡ് ഫ്ലോയം ഗ്രൂപ്പ്സ് ആർ ലിമിറ്റഡ് ഇൻ നമ്പർ. സൈലം എലമെന്റ്സ് ആർ പോളിഗണൽ ഇൻ ഔട്ട്ലൈൻ. അതായത് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ ഡൈക്കോട്ട് റൂട്ടിൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ആ ഒരു ഗ്രൂപ്പ് ലിമിറ്റഡ് ആയിരിക്കും, അതായത് കുറവായിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്. ദ പാരൻകൈമാറ്റസ് സെൽസ് വിച്ച് ലൈ ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ദ ഫ്ലോയം ആർ കോൾഡ് കൺജക്റ്റീവ് ടിഷ്യൂ. അതായത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന പാരൻകൈമ കോശങ്ങളെയാണ് കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൺജക്റ്റീവ് ടിഷ്യൂ? സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന പാരൻകൈമ കോശങ്ങളെയാണ് നമ്മൾ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓൾ ടിഷ്യൂസ് ഓൺ ദി ഇന്നർ സൈഡ് ഓഫ് ദി എൻഡോഡെർമിസ് സച്ച് ആസ് പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽസ് ആർ ആൻഡ് പിത്ത് കൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റീൽ. അതായത് എൻഡോഡെർമിസിന് ഉള്ളിലുള്ള എല്ലാ കലകളും, അതായത് പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽസ്, പിത്ത് എല്ലാം ചേർന്ന് വിളിക്കുന്നതിനെയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അനാട്ടമി ഓഫ് ഡൈക്കോട്ട് റൂട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ചിത്രം വരക്കാൻ പഠിക്കണം, അത് ലാബിൽ ചെയ്യാനും പഠിക്കണം. അതിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവയുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് മോണോകോട്ട് റൂട്ടിൻ്റെ അനാട്ടമിയാണ്. അപ്പോൾ ഡൈക്കോട്ട് റൂട്ടിൻ്റെ അനാട്ടമി പഠിച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഏതാണ്? അനാട്ടമി ഓഫ് മോണോകോട്ട് റൂട്ട്, അതായത് എന്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ദ അനാട്ടമി ഓഫ് ദി മോണോകോട്ട് റൂട്ട് ഈസ് സിമിലർ ടു ദി ഡൈക്കോട്ട് റൂട്ട് ഇൻ മെനി റെസ്പെക്ട്സ്. അതായത് ഈ ഒരു മോണോകോട്ട് റൂട്ടിൻ്റെ അനാട്ടമി എന്ന് പറഞ്ഞിട്ടുള്ളത് ഡൈക്കോട്ട് റൂട്ടിൻ്റെ അതുമായിട്ട് സെയിം ആയിട്ട് സിമിലർ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിലെന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ഇറ്റ് ഹാസ് എപ്പിഡെർമിസ്, കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ് ആൻഡ് പിത്ത്. ഓക്കെ, അപ്പോൾ ഒരു റൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഏതൊക്കെ? എപ്പിഡെർമിസ്, കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്. ഓക്കെ, എപ്പിഡെർമിസ് എന്താണെന്നുള്ളത് കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോർട്ടക്സ്, എൻഡോഡെർമിസ് എന്താണ്, പെരിസൈക്കിൾ ഏതൊക്കെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് പെരിസൈക്കിൾ ഉണ്ടായിട്ടുള്ളത്, വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ സൈലവും ഫ്ലോയും. ഓക്കെ, the next point, xylem and phloem groups are more in number than dicot root. അപ്പോൾ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ആ ഒരു അതായത് വാസ്കുലാർ ബണ്ടിൽസ് ഏതിനേക്കാളും കൂടുതലുണ്ട്? ഡൈക്കോട്ട് റൂട്ടിനേക്കാളും കൂടുതൽ ഏതിലുണ്ട്? മോണോകോട്ട് റൂട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻ്റ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ പിത്ത് ഈസ് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ്. അപ്പോൾ ഡൈക്കോട്ട് റൂട്ടിനേക്കാളും പിത്ത് എങ്ങനെയാണ്? ലാർജാണ്. ഓക്കെ, ആ പിത്ത് ഭാഗം ലാർജ് ആയിരിക്കും, പിന്നെ അത് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മോണോകോട്ട് റൂട്ടിൻ്റെ അനാട്ടമിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈക്കോട്ട് റൂട്ടിൻ്റെയും മോണോകോട്ട് റൂട്ടിൻ്റെയും ആ ഒരു ഡിഫറൻസ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മോണോകോട്ട് റൂട്ടിൻ്റെ അനാട്ടമി എങ്ങനെയാണ്? ഡൈക്കോട്ട് റൂട്ടിൻ്റെ പല ഡൈക്കോട്ട് റൂട്ടുമായിട്ട് പല കാര്യത്തിലും സമാനത പുലർത്തുന്നുണ്ട് അല്ലേ? അതായത് അവയുടെ ആ ഒരു പെരിസൈക്കിൾ ആയാലും കോർട്ടക്സ് ആയാലും എൻഡോഡെർമിസ് ആയാലും പെരിസൈക്കിൾ, അതുപോലെ തന്നെ അവയുടെ വാസ്കുലർ ബണ്ടിൽസ്, ഇവ ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇവയൊക്കെ എങ്ങനെയാണ്? ഏകദേശം സിമിലർ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി അവയുടെ ഡിഫറൻസ്, അതായത് ഡൈക്കോട്ട് റൂട്ടിൻ്റെയും മോണോകോട്ട് റൂട്ടിൻ്റെയും ഡിഫറൻസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ഡൈക്കോട്ട് റൂട്ടിൽ കോർട്ടക്സ് എങ്ങനെയാണ്? കോർട്ടക്സ് ഈസ് കമ്പാരിറ്റീവ്ലി നാരോ, അതായത് ഇടുങ്ങിയ കോർട്ടക്സ് ആയിരിക്കും ഡൈക്കോട്ട് റൂട്ടിന് ഉണ്ടാവുക. അതുപോലെ തന്നെ മോണോകോട്ട് റൂട്ടിൽ കോർട്ടക്സ് ഈസ് വെരി വൈഡ്, അതായത് വൈഡ് ആയിട്ടായിരിക്കും, കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും എന്ത്? കോർട്ടക്സ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, എൻഡോഡെർമിസ് ഈസ് ലെസ് തിക്കൻഡ്, കാസ്പേരിയൻ സ്ട്രിപ്സ് ആർ മോർ പ്രോമിനൻറ്റ്. അതായത് എൻഡോഡെർമിസിൽ എങ്ങനെയായിരിക്കും? കാസ്പേരിയൻ സ്ട്രിപ്സ് മോർ പ്രോമിനൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കാസ്പേരിയൻ സ്ട്രിപ്സ് ആർ വിസിബിൾ ഓൺലി ഇൻ യങ് റൂട്ട്സ്. ഇപ്പോൾ ഡൈക്കോട്ട് റൂട്ടിൽ കാസ്പേരിയൻ സ്ട്രിപ്സ് പ്രോമിനൻ്റ്, അതായത് നന്നായിട്ട് കാണാൻ കഴിയും. നമ്മൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു കാസ്പേരിയൻ സ്ട്രിപ്സ് നന്നായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഈ ഒരു മോണോകോട്ട് റൂട്ടിൽ കാസ്പേരിയൻ സ്ട്രിപ്സ് എങ്ങനെയാണ്? അത് യങ് റൂട്ട്സിൽ മാത്രമേ, അതായത് വളരെ വളർച്ചയെത്താത്ത ആ ഒരു റൂട്ടിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? വിസിബിൾ ഉള്ളൂ. ഓക്കെ, കാണാൻ കഴിയുകയുള്ളൂ. ഇനി അടുത്ത പോയിന്റ്, ദ സൈലം ആൻഡ് ഫ്ലോയം ബണ്ടിൽസ് വാരീസ് ഫ്രം 2 to 6. അതായത് സൈലം ഫ്ലോയം അതായത് വാസ്കുലർ ബണ്ടിൽസ് ഏകദേശം 2 മുതൽ 6 വരെ ഇവിടെ ഡൈക്കോട്ട് റൂട്ടിൽ കാണപ്പെടും. ഓക്കെ, ഇനി മോണോകോട്ട് റൂട്ടിൽ എങ്ങനെയാണ്? സൈലം ആൻഡ് ഫ്ലോയം ആർ മോർ ദാൻ 6, അതായത് സൈലവും ഫ്ലോയും 6ൽ കൂടുതലായിട്ടായിരിക്കും കാണപ്പെടുക. അവയെ വിളിക്കുന്നതാണ് എന്ത്? പോളിയാർക്ക്. ഓക്കെ, 4ാമത്തെ പോയിന്റ്, പിത്ത് ഈസ് റെഡ്യൂസ്ഡ് ഓർ സംടൈംസ് ആബ്സെൻറ്റ്. ഇപ്പോൾ ഡൈക്കോട്ട് റൂട്ടിൽ പിത്ത് ഏറ്റവും ചെറുതായിട്ടായിരിക്കും പിത്ത് കാണപ്പെടുക. ചില സമയത്ത് ചില പ്ലാന്റ്സിൽ എങ്ങനെയാണ്? ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മോണോകോട്ട് റൂട്ടിൽ എങ്ങനെയാണ്? വെൽ ഡെവലപ്ഡ് ആൻഡ് ലാർജ് പിത്ത് ഈസ് പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ മോണോകോട്ട് റൂട്ടിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള പിത്താണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡറി ഗ്രോത്ത് ടേക്സ് പ്ലേസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കാമ്പിയം.
ഈ പ്ലാന്റിലൊക്കെ ഒരു സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? ക്യാമ്പിയത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഡൈക്കോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത് ക്യാമ്പിയത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ മോണോക്കോട്ട് റൂട്ടിൽ എന്തില്ല? സെക്കൻഡറി ഗ്രോത്ത് ഇല്ല, അത് ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡൈക്കോട്ട് റൂട്ടിൻ്റെയും മോണോക്കോട്ട് റൂട്ടിൻ്റെയും ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡൈക്കോട്ട് റൂട്ടിൻ്റെയും മോണോക്കോട്ട് റൂട്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം, എക്സാമിന് വരുന്നതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ റൂട്ടിൻ്റെയും മോണോക്കോട്ട് റൂട്ടിൻ്റെയും ഡൈക്കോട്ട് റൂട്ടിൻ്റെയും അനാട്ടമിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം ഇതിൻ്റെ അനാട്ടമി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.